സഹൃദയരെ, ഫീലിംഗ് സോങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദേശരാഗം പഠിക്കുക. മേഘരാഗം നെറുകിൽ തൊട്ട്. ദേശരാഗം ഖമാജ് രാഗത്തിൻ്റെ ധാട്ടാണ്. ധാട്ട് എന്ന് ഉദ്ദേശിക്കുന്ന ജന്യം. കർണാടക സംഗീതത്തിൽ പറയും ജന്യം എന്നാണ്. ദേശീയ കാപ്പി ഖമാജൊക്കെ ഒരു ഇതിൽ പെട്ടതാണ്. ചട്ടക്കൂട്ടിലാണത് അവരൊക്കെ. ഓക്കെ, ഞാൻ അവരോഹണം പാടിത്തരാം. 2 നിഷാദുണ്ട് ഇതിൽ. കൈശികി നിഷാദമുണ്ട്, കാകളി നിഷാദമുണ്ട്. തീവ്ര കോമൾ എന്നൊക്കെ പറയും ഹിന്ദുസ്ഥാനിയിൽ. സ്റ്റാർട്ട് ചെയ്യാം. ആരോഹണത്തിൽ വലിയ നീ വരും, കാകളി നിഷാദം. അവരോഹണത്തിൽ കൈശികി നിഷാദം. അതാണ് ചെറിയ നീ. സനിത പമഗ രേഗ പനിസ സനിത പമഗരിഗ നിസ. സ്റ്റാർട്ട് ചെയ്യാം. നീ സനിത പപ പദ പദ പമഗരി രിഗ രിഗാരി സ നിസ നിസ രിഗ മഗരി നിസ രിഗ മഗരി രെ മ പദ നിദ പ മപനി സരി സരി സനിദ മപനി സനിദ പാപ പദ പദ പമഗരി രിഗ രിഗാരി സാനി സ നിസ രിഗ മഗരി രിമ പദ നിദ പ മപനി സരി സരി സനിദ മപനി സനിദ പാപ പദ പദ പമഗരി രിഗ രിഗാരി സാനി സ നിസ രിഗ മഗരി രിമ പദ നിദ പ മപനി സരിഗ മഗരി സനി പനി സനിദ പാപ. അവിടെ സംഗതി മപനി സരിഗ മഗരി സനി പനി സനിദ പാപ. ഇനി നമ്മൾ പാട്ട് നോക്കാം. ഇതിൻ്റെയൊക്കെ സ്വരങ്ങളാണ് ഞാനിപ്പോൾ പാടി തന്നത്. ഇനി പാട്ടിലേക്ക് കടക്കാം. നീ സനിദ പാപ മേഘരാഗം. വേർഡ്സ് തെറ്റിയാൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം. നീ സനിദ പാപ മേഘരാഗം പദ പദ പമഗരി നേറുകിൽ തൊട്ടു നേറുകിൽ തൊട്ടു പദ പദ പമഗരി രിഗ രിഗാരി സാനി സ മേലേ നിൽപ്പു രിഗ രിഗാരി സാനി സ മേലേ നിൽപ്പു നിസ രിഗ മഗരി വാനം. അവിടെ നിസ രിഗ മഗരി വാനം. ഇങ്ങനത്തെ ഹമ്മിങ്ങിനൊക്കെ വാനം. ആ ലലല കിട്ടിയാൽ മതി. സ്വരം കിട്ടിയില്ലെങ്കിലും ലലല കിട്ടിയാൽ മതി. ഇല്ലെങ്കിൽ വാനം രമ പദ നിദ പ വാനം. ആണെങ്കിൽ ലലല വാനം മപനി സരി സരി സനിദ മപ വാനം. സ്വരം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. വാനം. തറ സ്ലോല് പഠിക്കുക. അങ്ങനെ ഞാൻ ഫാസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തത് നീ സനിദ പാപ ദൂരെയെങ്ങോ നീ സനിദ പാപ ദൂരെയെങ്ങോ മിഴിയും നട്ട്. സ്വരം സെയിമാ സ്വരം. പദ പദ പമഗരി മിഴിയും നട്ട് പൂപ്പോൽ നിൽപ്പു രിഗ രിഗാരി സാനി സ പൂപ്പോൽ നിൽപ്പു. മനസ്സിലായോ? രിഗ രിഗാരി സാനി സ പൂപ്പോ
സരി ഗ മഗരി സനി പ യാമം ല 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 യാമം മേഘരാഗം നേറുകിൽ തൊട്ടു പൂപ്പോൽ നിൽക്കും വാനം. ഇത്രയേ ഉള്ളൂ പാട്ട്. മേഘരാഗം നേറുകിൽ തൊട്ടു പൂപ്പോൽ നിൽക്കും യാമം. ഞാൻ സ്വരം കൂടി പാടിത്തരാം. നീ സനിധ പാപ പദ പദാപ മഗരി രിഗരി ഗാരി സാനി സ നിസരി ഗ മഗരി രിമ പദ നിധ പ മപനി സരി സരി സനിധ മപനി സനിധ പാപ പദ പദാപ മഗരി രിഗരി ഗാരി സാനി സ നിസരി ഗ മഗരി രിമ പദ നിധ പ മപനി സരി ഗ മഗരി സനി പ. മപനി സരി ഗ മഗരി സനി പ. രണ്ടാമത്തെ സംഗതി മപനി സരി ഗ മഗരി സനി പ നീ സനിധ പാപ പദ പദാപ മഗരി രിഗരി ഗാരി സാനി സ നിസരി ഗ മഗരി. ഇത്രയേ ഉള്ളൂ പാട്ട്. മനസ്സിലായോ? ഇത്രയും പഠിക്കാം. ഞാൻ വേണമെങ്കിൽ വേണ്ട, ഇത് മതി, ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും പഠിച്ചിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ട് എല്ലാ തരം പാട്ടുകാർക്കും ഇത് പാടാൻ പറ്റും. ഏറ്റവും നന്നായി പാടുന്നവർക്കും അതിൻ്റെ തട്ടിലായിട്ട് ഇങ്ങനെ വരുന്നവർക്കൊക്കെ പഠിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ പഠിപ്പിച്ചത്. അല്ലാതെ ശ്രുതിയിട്ട് ഫാസ്റ്റ് ചെയ്തിട്ട് ഒന്നും പോയിട്ടില്ല. നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല. 100% കഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒരുപോലെ പാടാം. നമുക്ക് എല്ലാവർക്കും എല്ലാ കഴിവും, നമുക്ക് ഈ പാട്ടിൽ നന്നായിട്ട് കഴിവുണ്ട്. ആ കഴിവ് നമുക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് പാടാൻ കഴിയുള്ളൂ. ശരി, ഇത്രയും നിൽക്കട്ടെന്ന്. അനുപല്ലവിയിൽ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. ടഫാണ്. വളരെ പതുക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നുണ്ട് അനുപല്ലവി. ഇപ്പം ഇത്രയും നിൽക്കട്ടെ. ഓക്കെ.